started. So, Harshan, do the opening prayer, Baba. You all did? Already done, brother. Already done. Okay. So today, first point, that is 12th point, is a good attitude often influences favor. Elsie? യെസ്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സമീപനം മറ്റുള്ളവരോട്, അത് കർത്താവിന്റെ ദൈവത്തിന്റെ ഒരു ഫേവറിന്, ഒരു അനുഗ്രഹത്തിന് പാത്രമായി തീരും. So it is very important to have a good attitude. അപ്പോൾ നമ്മൾ എപ്പോഴും മറ്റുള്ളവരോട് എങ്ങനെയാണ് നമ്മുടെ സമീപനം, അത് ഒത്തിരിയും പ്രധാനപ്പെട്ടതാണ്. So in Jesus is teaching in his sermon, the first sermon that when he began the sermon on the mount, he started with the Beatitudes. കർത്താവ് മലയിലെ ആ പ്രഭാഷണം, അതിൽ കർത്താവ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. That is why my attitude decides my altitude. നമ്മുടെ സമീപനം നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ഉയർച്ച എന്നുള്ളത് കാണിക്കുന്നു. So attitude of being humble, attitude of being repentive, attitude of coming back to God will often influence favor. നമ്മുടെ സമീപനം എങ്ങനെയാണ്, കർത്താവിനോടുള്ള മറ്റുള്ളവരോടുള്ള ആ സമീപനം എങ്ങനെയാണെന്നുള്ളതാണ് കൂടുതൽ അതിനെപ്പറ്റി പ്രാധാന്യം കാണിക്കുന്നത്. നമ്മളെ സമീപനം എങ്ങനെയാണ്. Psalms 51 verse 17. Psalm 51:17. The class was from 8 o'clock or 8:30, Baba? 6:30 Dubai time. Dubai time means 8 o'clock. I've come 45 minutes late. Oh, 51:17. Yeah, brother? 51:17. Yeah. The sacrifice of God are a broken spirit, a broken and a contrite heart. O God, thou wilt not despise. Yeah, in Malayalam. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സും തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. So one of that attitude would be of the prodigal son. His heart was broken. He was in total repentance and he came back to his father after he squandered everything. He came to his senses and came back home asking for forgiveness. നമ്മൾ മുടിയനായ പുത്രന്റെ കഥയിൽ നമ്മൾ കാണുന്നു, മുടിയനായ പുത്രൻ അവൻ മനസ്സ് തകർന്ന് അവന് എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ അവന് സുബോധം വന്ന് അവൻ അവന്റെ പിതാവിനെ പറ്റി ചിന്തിച്ച് പിതാവിന്റെ അടുത്ത് പോയി, ഞാൻ പാപത്തിൽ അകപ്പെട്ടു പോയി, ഞാനൊരു റിപ്പൻഡൻസ്, അതായത് ഒരു മാനസാന്തരപ്പെട്ട് ഞാൻ പിതാവിന്റെ ഭവനത്തിലേക്ക് ചെല്ലും, എനിക്ക് അതെല്ലാം കിട്ടും, എന്റെ പിതാവിൽ നിന്ന് എനിക്ക് എല്ലാം നഷ്ടമായതെല്ലാം കിട്ടുമെന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. എന്നാലും ഞാൻ സ്വർഗത്തിനും പിതാവിനും എതിരായി ഞാൻ പാപം ചെയ്തു എന്നുള്ളത് ആ മകൻ ഏറ്റുപറഞ്ഞു. അങ്ങനെ പുറപ്പെട്ടു സ്വന്തം വീട്ടിലേക്ക്. So a good attitude of a prodigal son not only brought forgiveness, but everything in his life got restored. His relationship with his father got restored. മുടിയനായ പുത്രന്റെ സമീപനം നല്ല സമീപനം ആയതുകൊണ്ട് ആ പിതാവിനോടുള്ള ബന്ധം കൂടുതൽ ശക്തപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട് അവന് തിരിച്ചു കിട്ടി. So also in our life, every day we have to keep looking at whether I am humble, whether I am in obedience and submissive to God. നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ അനുസരണയുള്ളവരാണോ, ദൈവത്തോട് നല്ല ഒരു സമീപനം ചെയ്യുന്നവരാണോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. So we see another example of the two thieves on either side of Jesus on the cross. കർത്താവിന്റെ കുരിശിന്റെ രണ്ട് കള്ളന്മാർ
അതിലൊരു കള്ളൻ അവന് മനസ്സിലായി അവൻ ചെയ്ത പാപം തെറ്റാണ് ചെയ്തെന്നുള്ള ഒരു മാനസാന്തരം അവന്റെ ഹൃദയത്തിൽ വന്നു. എന്നാൽ മറ്റേ കള്ളന് അത് സംഭവിച്ചില്ല. അതുകൊണ്ട് നല്ല കള്ളനാണ് ഇന്ന് കർത്താവ് അവൻ പറഞ്ഞതുപോലെ ദൈവം അവനോട് പറഞ്ഞു, ഇന്ന് നീ പറുദീസയിൽ ഉണ്ടായിരിക്കുന്നു. അത് അവന് കിട്ടുക തന്നെ ചെയ്തു. Even though they were both thieves, one of them received mercy, the other one did not receive mercy but condemnation. ഒരു കള്ളന് കർത്താവിന്റെ കരുണ ലഭിച്ചു, ഒരുവന് കരുണ ലഭിച്ചില്ല, അവന് വിധിയാണ് കിട്ടിയത്. The reason was the one who repented received mercy. The one who was filled with pride till the end did not receive mercy. അതിലെ നല്ല കള്ളൻ അവൻ മാനസാന്തരപ്പെട്ടത് കൊണ്ട് അവനെല്ലാം കിട്ടി. എന്നാൽ മറ്റേ കള്ളൻ അവൻ ഒരിക്കലും അവന്റെ തെറ്റിനെ പറ്റി ഒരു ബോധ്യമുണ്ടായില്ല. അതുകൊണ്ട് അവന് നഷ്ടപ്പെട്ടു എല്ലാം. So one received mercy because of his attitude towards Christ. The other one was eternally lost because remember, attitude affects favor. അതിലെ നല്ല കള്ളന്റെ സമീപനം ഒരു എളിമയോടുകൂടി മാനസാന്തരത്തോടുകൂടി കർത്താവിനോട് അവൻ സംസാരിച്ചപ്പോൾ അത് കർത്താവ് ഏറ്റെടുത്തു. എന്നാൽ മറ്റേ കള്ളൻ അവനെല്ലാം നഷ്ടപ്പെട്ടു പോയി. So every day the test is our attitude test. എന്നും നമ്മളുടെ എങ്ങനെയാണ് നമ്മുടെ സമീപനം എന്നുള്ള അതൊരു പരിശോധനയാണ്. All those who are working, we are tested in a workplace to check our attitude. നമ്മൾ ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ സമീപനം, മറ്റുള്ളവരോടുള്ള സമീപനം, മേധാവികളോടുള്ള സമീപനം, അത് കൂടുതൽ അതിന് പ്രാധാന്യമുണ്ട്. Praise God. So that was the 12th point. That was the 12th point. 13th point is, so do we have this opportunity to have a good attitude? നമ്മുടെ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കണം, നമ്മളുടെ സമീപനം എങ്ങനെയാണ്? നല്ലൊരു സമീപനമാണോ, അതോ നമ്മൾ മറ്റുള്ളവരോട് സമീപിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്നേഹമില്ലാത്ത ഒരു സമീപനമാണോ? അവരെ അറിയുന്നത് അവരോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത്? നല്ല തരത്തിലാണോ അതോ നമ്മുടെ ചീത്ത തരത്തിലാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. So 13th point, favor comes when I solve problems more quickly than others are willing to solve it. Favor comes when I solve a problem more quickly than the others are willing to solve it. The others are willing to solve it. Brother, നമ്മളുടെ അനുഗ്രഹങ്ങൾ വരുന്നത് നമ്മൾ. okay, sorry, I'm sorry for interrupting. Brother, just ये बताना था, sister Sunita का message आया था. Next last week she spoke to you regarding her cancer. She went for the treatment. She went for some checkup. Yeah, it came out normal now. Praise God. Praise God. So she's that is the traveling right. back. So She's there. Yeah, when she's there. She's there. Just get her on the line. Yeah. तो उससे पूछेगा तो हम ज्यादा सीखेगा. And I'm on the way back home. Another 1 hour I'll reach home now. I'm traveling now. Okay. But you can talk in the car. Yeah, she can. Then talk in the car. You can keep your video off, no problem. You tell us, so how did all this bring a change? That you got a victory over such a situation? Yeah, I have a testimony to say. Can I prepare it and speak? Okay. Yeah. We'll hear you next week then. Okay, brother. Okay. Give her a chance. Okay, So brother. Bina, how is your work going on? Praise God, brother. Though it is challenging, but it is really, it's really, blessed. It's really blessed. It is really different.
It's different, it's challenging, but it is blessed. So it is more challenging than what you were working before. Yes, brother. And you are getting better result than before. Yes, brother. Okay, there is Zareen who wants to speak something. Malayalam, Good evening, everyone. Good evening. English and Malayalam, okay? Yes, Good brother. evening. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ പ്രെയർ ടീം ഇന്ന് കാലത്ത് ഒരു വില്ലേജിൽ പോയിട്ടുണ്ടായി. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. ഈ പേഴ്സൺ മാർച്ച് 14th ആക്സിഡന്റ് ആയി. എന്നിട്ട് അനിൽ ബോയിറാണ് അയാളുടെ പേര്, മഹാരാഷ്ട്രനാണ്, ഹിന്ദു മഹാരാഷ്ട്രനാണ്. എന്നിട്ട് അവന് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ടീമില് അത് തന്നെ എഗ്രിമെന്റ് പ്രെയർ ചെയ്ത് മാത്യു 18:19. എന്നിട്ട് ഇന്ന് ഞങ്ങൾ അവരെ വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായി. If you want, I can share it. I can share it to Sister Beena. You can show it how his full head is stitched over here. And the doctor പറഞ്ഞിട്ടുണ്ടായി ഈ ആള് സേവ് ആവില്ല, ഭയങ്കര വലിയ ആക്സിഡന്റ് ആയിരുന്നു. പക്ഷെ അയാള് സേവ് ആയി. എന്നിട്ട് ഇന്ന് അയാള് പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ കാണിക്കുക. അപ്പൊ ഇത് ഒരു ഞങ്ങളുടെ പ്രെയർ ടീമിൽ ഒരാളുണ്ട്, സെൽവരാജ്. ഇന്ന് ഞങ്ങളുടെ പ്രെയർ ടീമിന്റെ ഒരു 6 ആൾക്കാർ കയറിയിട്ടുണ്ട് ഈ ഗ്രൂപ്പില്. ബ്രദർ സെൽവരാജ് ഒരു ടൈലർ ആണ്. ആള് മലയാളം വർത്താനം പറയും, പക്ഷെ ആള് തമിഴ്നാടിന്റെ കന്യാകുമാരി സൈഡിന്റെ ആണ്. ആൾക്ക് വായിക്കാൻ ഒന്നും അറിയാൻ പാടില്ല. ഈ ആളാണ് ഞങ്ങളുടെ ഈ ബ്രദറിന്റെ കാര്യം പറഞ്ഞത്. അയാൾ ഒരു എസ്റ്റേറ്റ് ഏജന്റ് ആണ്, സെൽവരാജ് ബ്രദർ. എന്നിട്ട് അയാൾക്ക് വായിക്കാൻ എഴുതാൻ ഒന്നും അറിയാൻ പാടില്ല, പക്ഷെ ഞങ്ങളുടെ പ്രെയർ ടീമിലുണ്ട്. ലൂസി ആന്റി നടക്കണ പോലെ തന്നെ ഇയാളും ഈ ആളിനെ കൊണ്ടുവന്നതാണ്. ഫോട്ടോ ഞാൻ ഷെയർ ചെയ്യാം. അയാളുടെ കൂടെ വർക്ക് ചെയ്യണ ഒരു ഇതായിരുന്നു. ഈ ആള് ആദ്യം ഇത് ഒരു ഡോന്റെ ബ്രദർ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഗാവ് ഏരിയയില് കുറെ ആൾക്കാരുണ്ടാവും, കുറെ ഗാങ് വാർ അങ്ങനെ ഇങ്ങനെ. അതിൽ അയാളുടെ ബ്രദർ ഭയങ്കര ഇതിലായിരുന്നു. പക്ഷെ ഇയാള് പാവമായിരുന്നു. ഇയാള് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യണായിരുന്നു, പക്ഷെ ഇല്ലീഗലി കൺസ്ട്രക്ട് ചെയ്യണായിരുന്നു. 3 വർഷമായിട്ട് ഒരു കൺസ്ട്രക്ഷനും ഇല്ല. ഈ ആക്സിഡന്റ് ആയി. അത് കഴിഞ്ഞിട്ട് അയാള് സേവ് ആയപ്പോ ഞങ്ങൾ ഇന്ന് അയാളുടെ വീട്ടിൽ പോയപ്പോ യേശുവിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞ് മറാഠിയിൽ ഞങ്ങൾ പ്രെയർ ഇന്ന് കൊടുത്തിട്ടുണ്ട് അയാൾക്ക്. എന്നിട്ട് അയാളുടെ ബാക്കിലത്തെ വെയിൻ പ്രസ് ആയിട്ടുണ്ടായ ആക്സിഡന്റില് ആ ബെൽറ്റ് അയാളിട്ടിട്ടുണ്ടായി. ആ ബെൽറ്റ് ഒക്കെ മാറ്റിട്ട് പ്രാർത്ഥിച്ച് എന്നിട്ട് അയാളുടെ ഈ നെക്ക് മേളിലും താഴത്തൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങി യേശുവിന്റെ പേരില്. എന്നിട്ട് ബൈബിൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പവർ ഇസ് ഫ്ലോയിങ് അങ്ങനെ എല്ലാം പറഞ്ഞു. സിസ്റ്റർ ബീന, ഐ ക്യാൻ ഷെയർ യു ദ ഫോട്ടോഗ്രാഫ്. You can share it, no problem. Okay. You can share it. Okay, sister. Accident है? हाँ brother. Yes. ഇത് സെൽവരാജ് ബ്രദർ ആണ്, ഞങ്ങളുടെ ടീമിലുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ ടൈലർ ആണ്. വായിക്കാൻ അറിയാൻ പാടില്ല, പക്ഷെ ഇയാളാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ഇയാള് ഈ പ്രയർ റിക്വസ്റ്റ് തന്നത് ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൽ അയാളും ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇത് എല്ലാവരും ഒരുമിച്ച് ഒരു എഗ്രിമെന്റ് പ്രയർ ചെയ്ത് ഇയാൾക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേ കോൾ വന്ന് ഇയാള് ഡോക്ടേഴ്സ് പറഞ്ഞ മിറാക്കിൾ ആണ്, അയാൾ സേവ് ആയിട്ടുണ്ട്. എന്നിട്ട് അയാൾ ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ കഴുത്തിൽ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അയാളുടെ ആദ്യം പ്രാർത്ഥന ചെയ്ത് അയാള് കുടിക്കണ സ്വഭാവമുണ്ട്. അപ്പൊ ഞങ്ങളുടെ കൂടെ ഈ ഒരു പ്രയർ വാരിയർ ഉണ്ട്. ഇയാള് മഹാരാഷ്ട്രനാണ്, പ്രവീൺ എന്ന് പറഞ്ഞ പേരാണ്. ആദ്യം കുടിക്കുമായിരുന്നു, ഇപ്പൊ കുടി നിർത്തി. അപ്പൊ ഞാൻ അയാളെയും കൊണ്ടുപോയിട്ടുണ്ടായി ഞങ്ങളുടെ കൂടെ. എന്നിട്ട് അയാൾ അവരെ മനസ്സിലാക്കി എങ്ങനെ കുടി നിന്നാലും നിങ്ങളുടെ ജീവിതം എങ്ങനെ, യേശു എന്റെ ജീവിതം എങ്ങനെ മാറ്റി. അയാള് മഹാരാഷ്ട്രനാണ്. അയാള് ഇയാളിനെ പറഞ്ഞ് മനസ്സിലാക്കി. അയാൾ ഇങ്ങനെ കാണിച്ചു തരണേണ് എന്റെ ബെൽറ്റ് എങ്ങനെ ഇത് എന്റെ ബാക്കിലത്തെ വെയിൻ പ്രസ് ആയേക്കണത്. ഓഡിയോ ഷെയർ ആവാൻ പറ്റണില്ല. വേഗം പിന്നെ ബൈബിൾ കൊടുത്തിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇങ്ങനെ. പറഞ്ഞ പവർ ഇസ് ഫ്ലോയിങ് ത്രൂ ഹിസ് നെയ്ൽ. അപ്പൊ ബെൽറ്റ് മാറ്റി കളഞ്ഞു. പിന്നെ അയാൾ എന്നിട്ട് താഴ്ത്തും വീണ്ടുന്നൊക്കെ എല്ലാം ചെയ്ത്
ഈ അയാള് ഹിന്ദുവായി മറാഠിയിൽ പറഞ്ഞ യേശുവെ നന്ദി യേശു എന്ന് പറഞ്ഞിട്ട് പതുക്കെ ബെൽറ്റ് മാറ്റിയിട്ട് താഴ്ത്തും വെള്ളൊക്കെ ഇത് അയാളുടെ നെക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി അയാള്. സിസ്റ്റർ സെറീൻ, ബ്രദർ ചോദിക്കുക ആൾ ഹിന്ദു ആയിരുന്നു. ആ ഹിന്ദു ആണ്. യെസ്, ഹിന്ദു ബ്രദർ. ഫസ്റ്റ് ടൈം അയാൾ തല താഴ്ത്ത് കുനിച്ച് ഇത് ചെയ്തു. അയാൾക്ക് ചെയ്യാൻ പറ്റണ്ടായില്ല ഇത്. ഇന്ന് അയാൾ ചെയ്തത് ബെൽറ്റ് മാറ്റി കളഞ്ഞത്. ധന്യവാദ് യേശു. അയാള് മറാഠിയിൽ പറയണേ നന്ദി യേശുവേ. ഇത് ഓഡിയോ കേൾക്കാൻ പറ്റണില്ല, സോറി സിസ്റ്റർ. എനിക്ക് No എന്താ പറയാൻ problem. പറ്റില്ല. Such a wonderful miracle, no? So Zareen, Yes, brother. तो क्या प्रार्थना कराया उससे? हाँ. That you spirit of pain, get out from my body. In Marathi, I asked him to speak that. And then Hebrew 1:14, we called the angels. That time we told him that by Jesus' wounds, यीशु के जख्म से मैं चंगा हो गया. Like that, I was telling him to repeat. So that is what he's repeating now Yes, in that video. yes, brother. This happened which day? Today morning, we had gone there around 11:30. We came back at 2:30. It's Praise far away God. from our place. So we 4 people had gone. That only I showed you the photograph, no? I can share it to you. No, that's okay. हाँ. Praise God. तो बीज तो डाला है, अभी उसका फसल चालू हो गया है. हाँ, आज मराठी में दे दिया उनको, तो वो पढ़ेंगे करके बोले. वो 3 बार पढ़ेंगे बोले. सुबह का ब्रेकफास्ट, दोपहर का लंच और रात का खाना का तरह बोलो बोल के उनका वाइफ को भी दिया, उनका बेटी को भी दिया. उनका बेटी को मराठी पढ़ने को नहीं आता तो इंग्लिश में दे दिया. तो मराठी चैनल भी देना मांगता था अपना हाँ, JCLM. दे दिया उनको. वो बेटी को उतना आता नहीं, वो जूम क्लास उसका चलता है, तो उसको मैंने भेजा है. अभी कल देखती हूँ कि उसने वो देखा कि नहीं करके. Praise God. Yes, God. Fantastic day, Baba. And what about the last week's that brother, his eyes? हाँ, he's seeing. Mariada's brother, are you there? You can tell about it. अच्छा, वो भी भाई आया है क्या? हाँ, Mariada's brother. इसलिए हमारा पूरा टीम आया है आज इसमें. दीपाली है from अंबरनाथ. Praise God. Mariada's brother है, लूसी ब्रदर है, जॉन ब्रदर है. Yeah, Mariada's tell brother us. अभी कितना दिखते हैं उनको बताइए. Today is the 5th day actually. हाँ, He अबे एक्चुअली 4 दिन उसको प्रेयर किया. वो जो अपना JCLM का जो बुक है उसमें से मैं मराठी में बोलता था और मेरे पीछे वो रिपीट करता था. 4 दिन हो गए उसको. ब्रदर आप वीडियो ऑन कीजिए ना आपका. हाँ, तो कल का उसका चौथा दिन था. तो करके चौथा दिन में वो बोला कि मुझे, उसको इसका पिक्चर नहीं दिखता था. वो चापल में डिवाइन मर्सी का है ना, वो पिक्चर नहीं दिखता था उसको. तो उसको पहला दिन वो उसका जो उसमें जो हार डालेला है गार्गल, वो उसको दिखता था हार. उसके बाद में उसको अभी कल से वो जीसस का आईज वगैरह पूरा दिखता है. और वो क्या बोला, मैं जब ऑपरेशन मेरा हो गया, ऑपरेशन होने के बाद मेरे को दिखने को लगा था. उसके बाद कुछ होने के बाद क्या हो गया है कि मैं दवा लिया नहीं तो मेरे को दिखना बहुत कम हो गया. ऑपरेशन के बाद दिखने को चालू हो गया था, लेकिन दवा न लेने की वजह से मेरे को बहुत कम दिखने को लगा. बाद में अभी एक गया हफ्ते में तक तो उसको कुछ दिखता ही नहीं था. फिर उसने मुझे कल क्या बोला
मेरे को ऑपरेशन के बाद जितना दिखता है उसके 90% मीन्स 90% मेरे को दिखने को लगा। और वो अकेला ही आता है और जाता है। वो चैपल में मैं उसको बुलाता हूँ, वो अकेला ही अकेला आया, तो वो उधर Now जाके he रुका doesn't था। need help. He comes alone. हाँ, Praise God. Praise God. उनको मदद का जरूरत नहीं पड़ता है ना, उनका नातू लेके आता था उनको, मदद का अभी जरूरत अकेले नहीं आते हैं। पड़ता है। और फिर उसको पहला मैं भी नहीं दिखता था उसको, खाली मतलब आदमी और किसका मतलब खाली उसको आकृति दिखता था। अभी उसको बराबर पूरा दिखता है। उसने मेरे को देखा, मुझे वो बोला कि तुम्हारा ऊपर का शर्ट का ऊपर का बटन खुला रहता है ना पहला। मैं बोला हाँ, मेरा ऊपर शर्ट का मतलब उसको अभी पूरा बराबर दिखने को लगा है। और रास्ते में चलेगा ना, परसों मैं उसके साथ रास्ते से आए तो मुझे वो बराबर बता रहा था, राइट साइड में 4 व्हीलर खड़ा है, 2 व्हीलर खड़ा है, रिक्शा आ रहा है, उधर से 2 व्हीलर आ रहा है। मतलब उसको बहुत फर्क पड़ा, बहुत दिखने को चालू। Praise God. प्रभु यीशु की जय। प्रभु यीशु की जय। यस, तो ये जो so when we have a good attitude, that good attitude of love will influence favor of God to manifest. Elsie, brother, I Yes. want to share one joyful thing. You remember last week I told you that in our area one lady is there, same dress she wears every day. It is correct, torn. Her correct. chappals are torn. She's not having anything in her. Every day she comes, she covers her face and she moves. You said it is demonic. Since 3 days, I, Damiana auntie, Denzel, we were praying in tongues for her. And today is the 4th day. Yesterday, afternoon, I went to buy to the market. Suddenly, afternoon, I went. And from front, she was coming. I took her video. You can see her. So, as you said, we got the photograph also and video also of her. And we have, today was the 4th day we started praying in tongues. So, Sister Lucy Okay, also just joined put on us. the video. Yes, Just I'll put show on the you. video. Yes, I'll show you, brother. Nowadays, mobile आया तो कैमरा का जरूरत नहीं है. Everybody has got on the spot camera. Yeah. It's covered completely. See, this is see her sandals. If you see what she is wearing. Just see. What it's not nothing. And see her dress. It's fully torn. She wears the same dress every day and she moves. See, it's torn. Praise God. So we pray for her now. See, she's coming. Video. Yeah, I saw. Okay. Heavenly Father, in the name of Jesus, thank you for the team who is full of compassion, who is full of love, wants to help people. Lord, we bring her to you. And with the authority and power that you have given us, we speak to that spirit of infirmity that has Yes. bound her mind. In the name of Jesus, we speak that this woman is loosed. Yes. Yes, this sister is loosed completely and she is set free and deliverance has come, and we will see the new video that she is completely changed and transformed in Jesus' name. Amen. 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 Zareen, Amen. Zareen. Hello, Yes, brother. Zareen. Yes, The brother. homework is you must say, in the name of Jesus, this woman is loosed. Yes. LOOSED. Yes. 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 जब भी Okay. कोई deliverance case रहेगा ना, तभी ये scripture वापरेगा. In the Okay, name of brother. Jesus, this person is loosed. Yes, brother. क्योंकि Yes. जो वो एक औरत थी, मालूम है बाइबल में, Luke 13 में, in that woman, she had a spirit for 18 years which had made her sick. Her back was bent, the Yes. bones were bent, and Jesus spoke these words, woman, you are loosed now. Okay. Yes. So when Jesus said, woman, you are loosed of your infirmity,
ताबड़तोड़ वो दुष्ट आत्मा गिर गया. That evil spirit left her. Yes. And the yes. next moment her back was made straight. So you use this same scripture for this woman, and you will give us the new video that this woman is set free. Elsie, just translate that, Baba. യെസ്. Now ഇപ്പോൾ സെറീന കാണിച്ചതുപോലെ ഒരു സ്ത്രീ, അവർ ഒരു തുണി മാത്രം, അതുപോലെ തന്നെ ഒരു ചെരുപ്പ്, അവൾ ഒരു പ്രത്യേക ഒരു ഡെമോണിക് പവർ അവന്റെ ബോണ്ടേജിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് അവരോട് സംസാരിച്ചു. പക്ഷെ ഇപ്പോഴും ആ ബന്ധനം അവരിന്ന് മാറിയിട്ടില്ല. അപ്പോൾ ബ്രദർ പറയുന്നത്, ഇതുപോലെ ഏതെങ്കിലും ബന്ധനമുള്ള ദുഷ്ടാത്മാവിന്റെ ബന്ധനമുണ്ടെങ്കിൽ കർത്താവ് ബൈബിളിൽ പറഞ്ഞതുപോലെ കൂനിയായ സ്ത്രീ 18 വർഷം കൂനിയായി നടന്നു. കർത്താവ് അവരോട് പറഞ്ഞു, നീ ഈ ബന്ധനത്തിൽ നിന്ന് നീ ഫ്രീ ആയിരിക്കും, അതായത് നീ ഫ്രീ ആയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ബന്ധനം ഉടനെ തന്നെ, ആ ദുഷ്ടാത്മശക്തി അപ്പോൾ തന്നെ ആ സ്ത്രീയിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ നമ്മൾ ഇതുപോലെ പ്രാർത്ഥിച്ച് ഏതെങ്കിലും തരത്തിൽ ബന്ധനമുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ബ്രദർ പറഞ്ഞതുപോലെ ആ ദുഷ്ടാത്മശക്തി അത് ആ സ്ത്രീയിൽ നിന്നും വിട്ടുപോയി. ഒരു ഇമ്പോർട്ടന്റ് കാര്യമുള്ളത്, ബ്രദർ ഞങ്ങളുടെ കൊങ്കണി സെഷനില് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ ഈ ഫോട്ടോ ഉണ്ടായില്ല എന്റെ അടുത്ത്. അപ്പൊ ബ്രദർ പറഞ്ഞ, നിങ്ങൾ ആദ്യം ടങ്സിൽ പ്രേ ചെയ്തിട്ട് ആ അവരുടെ ഉള്ളത് ഡെമോണിക്കിന് ആദ്യം ഫുൾ പാരലൈസ് ആക്ക്. അത് കാരണം ഞങ്ങൾ 3 days, ജസ്റ്റ് 3 days അവള് ടങ്സിൽ പ്രാർത്ഥിച്ചിട്ട് ആ ലേഡീനെ സമർപ്പിച്ചിട്ട് ഞങ്ങൾ 3 പേരുള്ള അവര് ഹാഫ് ആൻ അവർ എല്ലാം ദിവസം ഞങ്ങൾ. 3-ാമത്തെ ദിവസം ഇന്നലെ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു കടയിൽ കയറിയതാണ്. എന്നിട്ട് മുമ്പിൽ നിന്ന് അവര് കയറി ഇങ്ങനെ നടക്കണ സമയത്ത് കാണുമ്പോ ഉണ്ടല്ലേ, അവര് ആദ്യത്തെ പ്രാവശ്യം ഞങ്ങളുടെ സിസ്റ്റർ ലൂസി, ഞങ്ങളുടെ ടീം മെമ്പർ ഉണ്ട്, അവര് പോയപ്പോ അവർ ആകെ വയലന്റ് ആയിട്ട് ഡോണ്ട് ടച്ച് മീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ദേഷ്യപ്പെട്ടു റോഡിന്റെ മിഡില്. അപ്പൊ ഞങ്ങൾ വിട്ടുകളഞ്ഞു. പിന്നെ ഇന്നലെ നല്ല ചാൻസ് കിട്ടി. അവർ മുമ്പിൽ വന്നപ്പോ പെട്ടെന്ന് മൊബൈൽ പതുക്കെ എടുത്തിട്ട് ഞാൻ ആ വീഡിയോയും ഫോട്ടോ എടുത്ത്. ബ്രദർ പറഞ്ഞ പോലെ ഇന്ന് ഞങ്ങൾ ആ മൊബൈലിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് എല്ലാരും സ്ക്രീൻ ഷെയർ ചെയ്ത് ഞങ്ങൾ ഒരുമിച്ചും 1/2 മണിക്കൂർ ഈ ടങ്സിൽ പ്രാർത്ഥിച്ചു. ഇനി ബ്രദർ പറഞ്ഞ പോലെ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ പേരിൽ ഈ സ്ത്രീ മുക്ത ഇത് ഞങ്ങൾ പിന്നെയും പറയും. അപ്പൊ ഷുവർ ആയിട്ട് ഞങ്ങൾ ഈ ടെസ്റ്റ് മണി കൊണ്ടുവരും. താങ്ക് യു ജീസസ്. Praise God. So when you are going to solve other people's problems, favor begins to get activated in your life, and God's goodness begins to multiply in your life. Translate that. മറ്റുള്ളവരോട് ഉള്ള സമീപനം നമ്മൾ സ്നേഹത്തിൽ സമീപിക്കുകയാണെങ്കിൽ അവിടെ അത്ഭുത പ്രവൃത്തികൾ, ദൈവത്തിന്റെ ഫേവർ, അനുഗ്രഹങ്ങൾ നടക്കും. അപ്പോൾ തന്നെ നമ്മുടെ ഭവനത്തിലും ഈ അനുഗ്രഹങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. Brother Lawrence ne he raised his hands. Okay, everybody wants to share. brother, testimony का time है. ब्रदर ने कुछ पूछा था, आपने बोला ना in the name of this loosed ना, तो ये somebody is in addiction ना, सिगरेट गांजा जो है यहाँ पे बहुत लोग हैं, तो उनके लिए प्रेयर करते, तो उनके लिए अपन यूज कर सकते हैं. पक्का 100%. बिल्कुल ना. और जो शराब पीता है उसको ही बोलने का 100 बार बोल देना. बिल्कुल. जीसस आई एम लूज्ड. ठीक. वो खुद दारू उसको छोड़ देगा, वो नहीं छोड़ेगा, दारू ही उसको छोड़ के भाग जाए. ओके, थैंक यू. थैंक यू ब्रदर, आपने डाउट पूछा, ऐसा बहुत एडिक्शन केसेस की, उसके लिए भी थैंक यू. क्योंकि ये जो प्रार्थना है वो दुष्ट आत्मा को भगाने वाला स्क्रिप्चर है. तो हमको हमेशा जीसस को देखने का, जीसस ने जैसा किया वैसा ही करना है, तो हमको गारंटी उसका रिजल्ट मिलता है. Elsie, you are only listening, you are not translating. You don't speak in Hindi. കർത്താവ് വചനത്തില് പറഞ്ഞിട്ടുണ്ട്, അതായത് ആ ദൈവവചനം ഉപയോഗിച്ച് അന്ധകാര ശക്തികളെ, ബോണ്ടേജിനെ എല്ലാം മാറ്റിയതുപോലെ ഈ വചനം നമ്മളും ഉപയോഗിക്കുകയാണെങ്കിൽ ആ ശക്തി ആ മനുഷ്യരിൽ കാണാൻ നമുക്ക് സാധിക്കും. So you translate from Hindi to Malayalam also? Yes. I can. And from Marathi to Malayalam? Parsi. Marathi little bit.
So you're from Bombay? I am originally from Kerala, but my study all was in Bombay. Ah, Mumbai ची मुलगी आहे. That's why you're like this. So when I talk Marathi, nobody will talk back. Suddenly they come to know. Okay. I said if they speak Marathi, nobody will come to know I'm from Kerala. No, I speak Marathi. When we go to Bombay with my daughter, something, especially when we go by auto rickshaw, they will not cheat us. We'll talk Marathi. So you'll think, log idhar ka hai, kalas, fayda nahi hai. Okay, praise God. So the favor starts coming when you talk in Marathi, huh? Yes. Nobody can Okay, cheat. so next point is favor emerges when I solve a problem cheerfully. അതായത് That's നമ്മൾ ഓരോ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നമ്മൾ തരണം ചെയ്യുന്നത് ആ സമീപനം നമ്മളോട് ഉണ്ടെങ്കിൽ കർത്താവിന്റെ ആ അനുഗ്രഹം ആ ഫേവർ നമുക്ക് കാണാൻ സാധിക്കും. So let's say Zareen has got a team of 6 people and they have decided to go somewhere. Okay. Now Zareen is the leader and she's calling up the 5 people. Let's get ready. Let's go. But 4 of them know. Yeah, saying, "Idhar iska savere phone aaya re. रात को फोन सवेरे फोन इसको खुद को तो टाइम नहीं हमारा भी टाइम खराब कर रहे ये क्या करे जाना तो पड़ेगा ना नाउ दे आर कमिंग जरूर आते हैं नहीं बाबा inside- ऐसा नहीं inside- बोलते हम लोग सॉरी हम लोग को अच्छा लगता है जाने को अरे मैं Brother? उदाहरण दे रहा भाई Brother, if I don't take them, then they have fights. That मैं इसको हाँ, लेके गया मेरे को गुस्सा नहीं आता लेके है। गया. That is the वही fight चीज। mainly. मैं एक एग्जांपल दे रहा है भाई तुमको क्यों तकलीफ हो रहा है नहीं, एग्जांपल सच्ची बोला ना बोलना मैं रहता है ना सच अच्छा ठीक है एग्जांपल है ओके सो 4 ऑफ देम आर किरी इनसाइड लेकिन जरीन अच्छा हाँ मेरे को बुलाया है हाँ, when they are praying वो लोग का हार्ट कैसा है साफ है कि गंदा है गंदा है किरी कर रहा है गंदा है इसके लिए. किरी है तो जहां पर भी हमने किसी को मदद करने देखा लेकिन हृदय में है ना खोट है तो नहीं होता है ഇപ്പൊ സരീനയുടെ എക്സാമ്പിള് പറയുകയാണെങ്കിൽ സരീന 5 അവര് കൂട്ടുകാരെ एग्जाम्पल है रियल अभी मैं रियल बोला तो नेक्स्ट टाइम आने वाला नहीं है लोग मैं तो आने वाली मैं तो जाने वाली सब लोग मन से आते हैं एकदम बोलते हैं आज किधर जाने का नहीं है क्या फोन आता है मेरे को सुबह फिर आज किधर डाका डालने का है. ओके ट्रांसलेट दैट बाबा അപ്പോൾ സെരീന പറഞ്ഞതുപോലെ 5 പേരുണ്ട്. അപ്പോ സെരീന വിളിക്കും നമുക്ക് ഇന്ന സ്ഥലത്ത് പോണെന്ന്. പക്ഷെ അവരുടെ ഹൃദയം ശരിയല്ലെങ്കിൽ അവര് കോപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലെ ചിന്തകൾ വേറെയാണെങ്കിൽ അവര് പറയും എന്തിനാ ഈ വിളിക്കുന്നത് എപ്പോ നോക്കിയാലും അവൾക്ക് സമയമില്ല ഞങ്ങളുടെ ഈ സമയം കളയാണ് അപ്പോ ഞങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. അതാണ് ബ്രദർ പറയുന്നത്. പക്ഷെ സെരീന പറഞ്ഞതനുസരിച്ച് അവരെ വിളിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ഹൃദയം അതുപോലെ സ്നേഹം കൊണ്ടുള്ള ഒരു ഹൃദയമായിരുന്നു സമീപനമായിരുന്നു. യെസ് ബ്രദർ. Philippians 2:13 and 14 cheerfully whatever you do for the Lord do cheerfully favor will begin to get activated Philippians 2. Philippians 2:13 and 14 yeah read it For it is God which worketh in you both to will and to do of his good pleasure. Do all things without murmuring and disputing.
Huh? No, but she said in Malayalam. Yeah, it's Malayalam there. Okay, I will read. Yeah. I Yeah. will read mine. What you call that? This is a different edition. But anyway, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. Only 13, no? 14. 14 also. വക്രതയും കോട്ടയുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. Just put that in English, Papa. Yeah, brother. Yeah, read. For it is God which worketh in you both to will and to do of his good pleasure. So, Do- Veena, are you going to work, or the Lord is going to work and working for you? Honestly, God is working for me. So all this time, what were you thinking? Emirates में था तभी क्या सोचता था? मैं नौकरी पे जा रही हूँ, मैं कर रही हूँ. अभी पता चला रे मैं तो नहीं काम कर रहा है, लॉर्ड मेरे लिए काम कर रहा है. It's very true, brother. LC just translate that. ബീനയുടെ ജീവിതത്തിൽ മുമ്പുണ്ടായിരുന്ന ആ ജോലിയിൽ അതില് സ്വയം ചിന്തിച്ചത് എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എന്നാൽ സത്യം അറിഞ്ഞതിന് ശേഷം ദൈവത്തോട് കൂടുതൽ അടുത്തപ്പോൾ കർത്താവാണ് എന്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നതെന്ന് ബോധ്യമായി. So he's doing according to his will and he's doing it for you. And he's doing it for you because he has got tremendous love for you, tremendous mercy for you, and he enjoys doing for us. ദൈവം സന്തോഷത്തോടുകൂടി ബീനയുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടെയും അനുകമ്പയോടും കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നു. Praise God. And then he says in 14, do all things Without Read that. murmuring, do all things without murmurings and disputings. So normally when we want to do something and you did something and your name was not called, neither your name was informed, everybody's name was there, your name was not there. So are you now offended? Are you now grumbling? Are you now complaining? So when that happens, then God's favor will not work in you. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലായാലും എല്ലാവരും മറ്റുള്ളവരെ പറ്റി നമ്മൾ ചെയ്തതാണ്, പക്ഷെ നമ്മളെ പറ്റി ആരും അറിയുകയോ നമ്മളെ പറ്റി അഭിനന്ദിക്കുകയോ ചെയ്യുകയില്ല. ചെയ്യാതിരുന്നാൽ നമ്മളെപ്പോഴും നമ്മൾ പിറുപിറുക്കും, നമ്മൾക്ക് മനസ്സിന് സന്തോഷമുണ്ടാവില്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് പിറുപിറുപ്പില്ലാതെ സന്തോഷത്തോടുകൂടി ചെയ്യുന്നവനെ ദൈവം മാനിക്കും, ദൈവം അനുഗ്രഹിക്കും. Praise God. So whatever we do, we should always be doing cheerfully in the kingdom of heaven. അപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം സന്തോഷത്തോടുകൂടി നമ്മൾ ചെയ്യുവാൻ നോക്കണം. Praise God. Then the next point, favor often flows. Favor often flows. The moment others discern, the moment others discern, the supernatural presence of the Holy Spirit, operating in my life. പരിശുദ്ധാത്മാവ് Yeah. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ നമുക്ക് കഴിയാത്തതും നമ്മൾക്ക് ആഗ്രഹിച്ചിട്ടും പറ്റാത്തതും എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ നമ്മളിൽ വന്നു ചേരും. So if you see, this gets activated in the life of Joseph. Example is, Joseph
when King Pharaoh said unto Joseph, I have set thee over you all the land of Egypt. Now you would take 41 to 44. कौन सा वाला brother? Genesis 41 to 44. Genesis 41 to 44. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരം ഊരി യോസഫിന്റെ കൈക്ക് ഇട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ സരപ്പളിയും അവന്റെ കഴുത്തിലിട്ടു. തന്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി. മുട്ടുകുത്തുവിൻ എന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. അങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. പിന്നെ ഫറവോൻ യോസഫിനോട്, ഞാൻ ഫറവോനാകുന്നു, നിന്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്ത് എങ്ങും യാതൊരുത്തനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു. So read it in English. And Pharaoh said to Joseph, see, I have set thee over all the land of Egypt. And Pharaoh took off his ring from his hand and put it upon Joseph's hand and arrayed him in vestures of fine linen and put a gold chain about his neck. And he made him to ride in the second chariot which he had. And they cried before him, bow the knee, and he made him ruler over all the land of Egypt. And Pharaoh said to Joseph, I am Pharaoh, and without thee shall no man lift up his hand or foot in all the land of Egypt. So when the king saw that Joseph is filled with wisdom, is filled with the Holy Spirit, and is a man of God with authority, he quickly promoted Joseph from a prisoner to the palace to his personal advisor, praise God, and because of which Joseph was able to save Egypt during the time of famine and also become a blessing to the nations, because people across the globe came to Egypt to take food grains. കർത്താവിന്റെ അനുഗ്രഹം ജോസഫിന്റെ മേലുണ്ടെന്നും പരിശുദ്ധാത്മാവും കൂടെയുണ്ടെന്ന് ഫറവോൻ കണ്ടപ്പോൾ ജയിലിൽ നിന്ന് അവനെ അവനോട് വിളിപ്പിച്ച് അവനെ ഗവർണറാക്കി മാറ്റി. അവൻ ആ ഗവർണറായതിനു ശേഷം ദേശത്ത് നന്മ കൊണ്ട് നിറഞ്ഞു. മറ്റുള്ളവർ അവിടെ വന്ന് അവന്റെ സഹോദരന്മാർക്കൊരു സഹായിക്കാനായിട്ട് ഇടയും വന്നു. Praise God. So is it better to go and solve somebody's problem? Yes. Because when you are solving somebody else's problem, your mind is not on your own problem. So when you go and solve somebody's problem, God will send somebody to solve your problem. Yes, brother, the same thing happened last week. I was struggling with some of the countings, and I had to refer many sheets to get the counting done. And it happened that there was some a person who came to meet me, and we spoke, and for say half an hour we just spoke about. I mean, she came with her problem, but I just spoke about the words, and whatever I learned from here, I shared with her. And after that, I came back to my work. Believe me, brother, जो मेरा रुक रहा था, मैं 3 दिन से परेशान हो रही थी. Once I came after the discussion, it started it was such a जो चीज मैं 3 दिन से कर रही थी, within a half an hour, I was able to get all the numbers done properly. So that is why
every day you should see how can you be a blessing to others. Everything in your life will grow with God's favor. നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ നമ്മൾ സഹായിക്കാൻ പോകുമ്പോൾ നമ്മളുടെ പ്രശ്നത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ നമ്മൾ അറിയാതെ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. Praise God. Then the next one is integrity guarantees power. Integrity guarantees power. Brother, there are two people who have raised their hands. Okay. Get them. Dipali? Hello. Hello? Praise the Lord, brother. Praise God. Brother, I just wanted to ask now when Zareen had shared this video of D. So that lady does that people are praying. So like we also have like 2-3 of the members to pray over. Secondly, they don't even accept of the addiction they have is wrong or something. They don't want to be out of that. How can we help such people? Like, Those who don't want to be set free, yeah, they are absolutely okay with whatever addiction they have, be it the smoking, be it the drinking, but their actions are affecting other family members and they are in correct. great trouble. How can we help such? So you can explain to these people who are already believers that the example is their addiction is leading people to alcohol. Yeah, like in that case, we can rebuke the spirit, like as you mentioned, losing and all. Yes. But You they have have to, to not you can. Not you can. You Yes. have to. But then the scriptures, if they don't confess, how can we help them then? Because that is a process. It has to be from Lazarus their was in the side. tomb. Lazarus was in the Yes. tomb. Whose faith did Jesus use? Yes, his faith. Correct. Now Jairus' daughter was dead. Whose faith did he use? Yes, got the point. The widow's daughter's son was dead. Whose faith did he use? Yes, brother. I got the point. So those who are in unbelief, when you are attacking them with the unsaved loud one prayer, but when you are making a prayer, don't make it a small prayer. Make it as big as you can. Put that Brother, we are praying that unsaved loved one, as you said, that prayer for that lady. So same Deepali also can try with that. yeah. It works. It works. Okay. It works. 100% It really works. works, Deepali. Okay. And one more, brother, any sickness is demonic only, be it psychological, be it anything. I am asking you, instead of me asking me, ask a question. How many times was Jesus sick in the hospital or at home? Never. Why is it that he never had sickness? Why doesn't a person have sickness when he has already got a curse? Didn't get you, Huh? brother. I didn't get you. Sorry. Why does? He's not born. What was I again. saying? Why does only that much I can? What was your question? Regarding sickness, that psychological sickness is also. Okay. Why it is not recorded that Jesus is sick anyway No. in the Bible? So why No, was not it not recorded? Because Jesus never had sin nature, or he did not sin, or he did not go against the works of his Father. He stuck there. So now when Jesus is using his faith, it is also helping others to come out. Absolutely. Is that right? Yes.
So in the same way, you start using the scriptures and build up yourself and pray for others, you'll have the same result. Yes, brother. Yeah, definitely. Thank you Okay? so much, brother. God bless you. Thank you so much. God bless you. ब्रदर लॉरेंस ने भी हाथ उठाया था. Okay. Praise the Lord, brother. Praise the Lord. Last Saturday, someone from our parish at 11:20 messaged me, brother, I need your prayer. But I didn't see his message. And next day morning, when I woke up and I saw his message, then I messaged him, I will call you later. Then I called in the morning and he said, because of COVID in our Chhattisgarh, especially in our Bhilai, it is spreading. And lots of our parish members in our area are dying. We know him. So he was very scared. His close friends also dying. So he said, I was not sleeping from last 2-3 days. And after 1 p.m., I was a tendency, a coming thought, I want to suicide. So he messaged me. So I said, sorry. Then I some teaching gave him about faith. Romans 10:17, I teach him how faith comes in the same way how fear comes also enter in your heart. When you see TV, media, newspaper, I told him to just stop that listening to the TV and media. Just he told, I am also reading Bible, scriptures and everything. And I told, when you read everything, but when you see TV, newspaper, new channel, what happens? Fear enters your heart and faith goes out. Then he understand. And I also give scriptures, Proverbs 18:21. Life and death is in the power of my tongue. Those who love it shall eat food. And I explained him. Now he understand. And then next day he called me and said, brother, the fear is gone. And I stopped completely watching TV, newspaper, and I'm just listening the word of God. And I got some faith also. Wonderful. That tendency has left him, suicidal tendency. Very good, very good. Praise God. That's how we build up people, by teaching them the truths. Praise God. Praise God. Elsie, can you translate brother. that? Brother, I couldn't properly understood, brother, please. Okay, that man was watching TV and other news channel and getting the news, so fear came into him. On one side he's listening to the word, on the other side he's listening to all the news. So now this brother told him, if you are going to listen to the news, fear will come in. But if you are going to listen to the word according to Romans 10:17, faith will come in. So when faith will come in, fear will go out. Don't worry. You only start listening to the word of God. And exactly the same thing happened, and he's set free. And also again the white book concerning worry and fear. Also give. Praise God. ഇപ്പോൾ ബ്രദർ ലോറൻസ് പറഞ്ഞ ഒരാള് ദൈവത്തിലെ വിശ്വാസം ഉണ്ട്, എന്നാൽ കൂടുതൽ സമയം ഈ ന്യൂസ് ചാനല്, മീഡിയ ഇതിൽ സമയം കണ്ടെത്തി അയാളെ പേടി, അതായത് ഒരു ഭയം അയാളുടെ ഹൃദയത്തിൽ വന്നു. അത് സംസാരിച്ചപ്പോൾ ബ്രദർ ലോറൻസിനോട് സംസാരിച്ചപ്പോൾ റോമൻസ് 10:17 അതില് എങ്ങനെയാണ് നമ്മൾ ഫിയറിനെ മാറ്റേണ്ടത്? വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വന്ന ഓട്ടോമാറ്റിക്കലി നമ്മളിലുള്ള ഭയം അത് നമ്മളിൽ നിന്ന് മാറിപ്പോകും. അങ്ങനെ ഒരു ചേഞ്ച് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ കാണുവാൻ സാധിച്ചു. So when there is integrity, next point, integrity guarantees favor. My integrity guarantees favor. നമ്മുടെ ഉള്ള ഒരു സമഗ്രത സ്വഭാവമുള്ളപ്പോൾ അത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് സഹായിക്കുന്നതാണ്. So let not, that is in Proverbs 3 and 4. Integrity guarantees favor. Why there are so many people who do not see the result? For this reason.
integrity guarantees favor. Write down Proverbs 3:3-4. Proverbs 3:3 ദയയും to 4. വിശ്വസ്തതയും നിന്നെ വിട്ടുപോകരുത്. അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതിക്കൊള്ളുക. അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. In English, Let not mercy and truth forsake thee. Bind them about thy neck, write them upon the table of thine heart. So shalt thou find favor and good understanding in the sight of God and man. praise God. So what is he saying? Let not mercy and truth forsake you. So what does that mean? Let mercy and truth always be in a part of your life. Mercy is to cut off everything that is not of the kingdom of God. Praise God. Praise God. So the truth you tie it around your neck, write them about the tables of your heart, so that you shall find favor and good understanding in the sight of God and man. So what is very important is not praying one side, but also extending the prayer on the other side and getting more and more souls into the kingdom of God. Because then you will find not only favor, but also God is going to bless you with good understanding. Yes. സദൃശവാക്യങ്ങൾ 3:3 പറയുന്നത് പോലെ നമ്മളുടെ ഹൃദയത്തിൽ ദയയും വിശ്വസ്തതയും നമ്മളെ വിട്ടുപോകരുത്. നമ്മുടെ ഹൃദയത്തിൽ അത് എപ്പോഴും ഉണ്ടായിരിക്കണം. അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും അത് നമ്മളിൽ നിന്ന് മാറിപ്പോകരുത്. അത് ഹൃദയത്തിന്റെ പലകയിൽ എഴുതുകയും വേണം. അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. അതിൽ കൂടി നമ്മൾ ദൈവത്തിനും പ്രീതിയുള്ളവരാവും, മനുഷ്യനും പ്രീതിയുള്ളവരാവും. അതിൽ കൂടി നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെന്നു ചേരും. Praise God. Praise God. So Harsha, what do you think now? With all these topics coming, so many testimonies coming, how is the group growing? Brother, it's a wonderful, really wonderful. So every day, do we have opportunity to activate favor? Yes, brother. Yeah, we have to find out, and whatever the possible way, we have to basically to be a reacher, and that's what it teaches. So now we don't even have to travel to that person. You can reach him by phone, and even if that is not available, then you can reach out to that person in your spirit Yes, brother. by As your you- as you- imagination. As you just in like it's nothing like that. We have to. Someone has to pray to get the sickness out of their body. It's like we also can help them by praying. That's what like what you just told. Like, yes, brother. That's So when you get favor, you get good understanding in the sight of God and man, that now you are not wasting the resources on the worldly things, but you are investing the resources in godly things. yes. Praise God. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ പോകുമ്പോൾ അവർക്ക് അസുഖങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഏതെങ്കിലും തരത്തിൽ അവർ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അവരെ ചെന്ന് കണ്ട് സംസാരിക്കാൻ സമയം കിട്ടിയില്ല എന്നിരിക്കാം. എന്നാൽ നമുക്ക് ഫോൺ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഫോണിൽ കൂടി സംസാരിക്കാം. അതും അല്ലെങ്കിൽ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ മാറ്റങ്ങൾ വരികയും അത് ദൈവത്തിനും മനുഷ്യർക്കും ഒരു നല്ലത് കിട്ടുക തന്നെ ചെയ്യുകയാണ്. Yes, brother. Praise God. So
as we practice these points, that is where everything will begin to change. So we finished how many points? 16, Brother, 17. 17 point. 17 points. So excellence attracts favor. Excellence attracts favor. Excellence attracts favor. So if your services are always excellent, that will attract favor, whether in a company or whether in anywhere, your attitude should be, and your how does this excellence attract favor? From Philippians chapter 4, verse 4 to 8 and 9. 4 to 9. Yeah, put. Philippians 4. 8 and 9 no? 8 and 9. Yeah. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായത് ഒക്കെയും ഘനമായത് ഒക്കെയും നീതിയായത് ഒക്കെയും നിർമ്മലമായത് ഒക്കെയും രമ്യമായത് ഒക്കെയും സൽകൃതിയായത് ഒക്കെയും സൽഗുണമോ പുകഴ്ചയോ അത് ഒക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. Finally, brethren, whatsoever things are true, whatsoever things are honest, whatsoever things are just, whatsoever things are pure, whatsoever things are lovely, whatsoever things are of good report, if there be any virtue, and if there be any praise, think on these things. Those things which ye have both learned and received and heard and seen in me do, and the God of peace shall be with you. So isn't that a very, very powerful scripture? That when you're walking in the favor of God, praise God, and your mind is set on these things of above, and you start establishing that these things here on earth, one day at a time, and you begin to minister to these topics, to these people who are simple, who have no employment, and as you introduce them to the employment skill, it is God who is giving you the wisdom. നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിയിലായാലും എവിടെയായാലും സ്ഥാപനത്തിലായാലും നമ്മുടെ പരമാവധി കഴിവിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, അതായത് ഒരു എക്സലന്റ് നമ്മളായിരിക്കുമ്പോൾ, അത് മറ്റുള്ളവർക്കൊരു അനുഗ്രഹവും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളിൽ അവർക്കൊരു സ്നേഹത്തോടുള്ള ഒരു സമീപനം എല്ലാം കിട്ടുമ്പോൾ അവർക്ക് പലതും അവർക്ക് നേടുവാനും കഴിയും. ആ വഴിയിൽ കൂടി നമുക്ക് ദൈവത്തിന്റെ പ്രീതി സമ്പാദിക്കാൻ സാധിക്കും. I think it is okay for us to practice this for the next week, Yes, brother. because we have got quite a points this time also. Yeah. So taking the whole package of what you have already learned, so now we can practice it and come next week. Sure, brother. Is that okay? Sure, brother.